Good morning. എല്ലാവർക്കും good morning. Okay, Catherine, happy morning. Okay, Shindu, good morning. ജാസ്മിനും ഷിൻഡു മാത്രമാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലെ? ഓക്കെ, ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്നത്തോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പൊ നാളെ നിങ്ങൾക്ക് ടേം എക്സാം ആണ്. പിന്നെ ഫൈനൽ എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇനി നിങ്ങള് ഏറ്റവും നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം കോൺവൊക്കേഷന് വരിക കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, സായുജി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു റിവിഷൻ ക്ലാസ് തന്നെ നമുക്ക് നടത്താം. നാളെ ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഗ്രീവൻസ് അല്ലെ, ഞാൻ എടുത്ത ചാപ്റ്റർ ലാസ്റ്റത്തെ ഗ്രീവൻസ് അല്ലെ, ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങള് ഈ പറയുന്ന പോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ്, റിഡ്രസൽ പ്രൊസീജിയർ അത് നമ്മൾ കണ്ടു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും 5 മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് 5 മെത്തേഡുകൾ? ഒന്ന് കളക്റ്റീവ് ബാർഗൈനിങ്, then mediation, conciliation, arbitration and adjudication കേട്ടോ. എപ്പോഴും ആർബിട്രേഷനും അഡ്ജൂഡിക്കേഷനും മാറി പോവരുത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ വരുന്നത് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആണ്. പിന്നെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് എംപ്ലോയി ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? 3 പേരേ ഉള്ളൂ ക്ലാസ്സില്. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എംപ്ലോയി ഡിസിപ്ലിൻ അല്ലെ, ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിന്റെ മീനിങ് ആണ് അല്ലെ. എന്താണ് ഡിസിപ്ലിൻ എന്ന് കറക്റ്റ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻ refers to follow up of rules and regulations in a systematic manner by the employees in the interest of the organization അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പിന്നെ നമുക്കറിയാം ഇവിടെ പറയുന്ന കുറച്ച് പോയിന്റുകളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. Disciplined employees are not only capable of facing the competition but can also result in higher productivity and industrial growth അല്ലെ. അതായത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരെന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോഡക്ടിവിറ്റി ഉയർത്തുകയും അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വളർത്തുകയും ചെയ്യുന്നു. പിന്നെ ഏതൊരു ഇപ്പൊ നമ്മൾ ഗ്രീവൻസ് പഠിക്കുമ്പോഴാലും ഡിസിപ്ലിൻ പഠിക്കുമ്പോഴാലും ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ആ ഡെഫിനേഷൻ തന്നിട്ട് അതാര് മുന്നോട്ട് വെച്ച ഡെഫിനേഷൻ ആണെന്ന് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും 2 ഡെഫിനിഷൻസ് അവിടെ ഉണ്ട്. ഒന്ന് ഡെയ്ലസ് ബീച്ചിന്റെ, ഗ്യാരി ഡിസ്ലറിന്റെ കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിന്റെ നേച്ചർ എന്താണ്? ഒന്ന് സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, then right of the management, controlling force. ഓക്കെ, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ചില ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ട് അല്ലെ.
അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എംപ്ലോയീസ് ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ് അല്ലെ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് അല്ലെ, ഈ പറയുന്ന ഡിസിപ്ലിൻ ആക്ടേഴ്സ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഡിസിപ്ലിൻ തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലെ. അതായത് നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ലഭിക്കുക. അതേസമയം നമ്മളൊരു സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് റെസ്പോൺസ് ആണ് ലഭിക്കുക. ഓക്കെ, പിന്നെ വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, പിന്നെ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് കൺട്രോളിംഗ് ഫോഴ്സ്, പോയിന്റുകളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞത്? ഒന്ന്, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. നല്ലൊരു ഡിസിപ്ലിനിലൂടെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെന്താണ്, മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. അവിടുത്തെ എംപ്ലോയീസിനെ കുറെ കൂടെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കി മാറ്റാൻ സാധിക്കും. പിന്നെന്താണ്, മൂന്നാമത്തെ പോയിന്റ്, ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. അതായത് നമ്മുടെ എംപ്ലോയീസിൽ നമുക്ക് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, കൺട്രോളിങ് എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, നിയന്ത്രിക്കുന്നതിന് ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. എംപ്ലോയിക്കും മാനേജ്മെന്റിനും ഇടയില് നല്ലൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമുക്ക് ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്ന ഒരു കാര്യമാണ് അല്ലെ. നല്ലൊരു സൗഹൃദം എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിലായിട്ട് നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്യാന്നുള്ളതും അതിന്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഡിസിപ്ലിന്റെ ടൈപ്പുകളാണ് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഡിസിപ്ലിൻസ് ഉണ്ട്? മൂന്ന് ടൈപ്പാണ്. ഒന്ന് പോസിറ്റീവ് ഡിസിപ്ലിൻ, ദെൻ നെഗറ്റീവ് ഡിസിപ്ലിൻ, മൂന്നാമത് വരുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഡിസിപ്ലിൻ നമുക്ക് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രീഗലിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള പെരുമാറ്റത്തിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവ് ഡിസിപ്ലിനോട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ പ്രത്യേകത എന്താണ്? അതിൽ രണ്ടും വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട് അല്ലെ. അതായത് നമുക്ക് ആ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ പ്രത്യേകത, നമ്മളിപ്പോ എംപ്ലോയീസ് ഏതെങ്കിലും തരത്തിൽ ഇൻഡിസിപ്ലിൻ ആവുകയാണെങ്കിൽ നമ്മൾ അവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്. ആ വാണിങ്ങിലൂടെ അവർക്ക് എന്താണ്, അവരുടെ പെരുമാറ്റം കുറച്ചും കൂടെ മാറ്റാനുള്ള ഒരു അവസരം, ഡിസിപ്ലിനഡ് ആവാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിവിയർ പനിഷ്മെന്റിലോട്ട് പോവുകയാണ്. അപ്പൊ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഡിസിപ്ലിനെയാണ് ഓക്കെ, ആ ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. അതാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മളൊരു വെർബൽ വാണിംഗ് അവർക്ക് കൊടുക്കും. ആ വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മിസ്റ്റേക്ക് വേണമെങ്കിൽ റെക്ടിഫൈ ചെയ്യാനായിട്ട് അവിടെ അവസരമുണ്ട്. എന്നിട്ടും അവരത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിവിയർ പനിഷ്മെന്റ് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡിസൈറബിൾ ബിഹേവിയറൽ ചേഞ്ചസ് അവിടെ കൊണ്ടുവരാം. അതാണ് എന്ത്, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്ട് എന്നാൽ എന്താണ് മിസ്കണ്ടക്ട്? കറക്റ്റ് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് ടേംഡ് ആസ് എ മിസ്കണ്ടക്ട് അല്ലെ. അതായത് നമ്മളൊരു സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളെ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്റ്റിനുള്ള കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്, അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. സ്ലോയിങ് ഡൗൺ വർക്ക് പെർഫോമൻസ് വില്ലിംഗ്ലി, അതുപോലെ വില്ലിംഗ്ലി ഡിസോബോയിങ്, പിന്നെ കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ബിസിനസ്, അറൈവിംഗ് ലേറ്റ് ഫ്രീക്വന്റ്ലി ഇൻ ഓഫീസ്, ഫ്രീക്വന്റ് ആബ്സെൻസ് ഫ്രം ദ ഡ്യൂട്ടി, അതുപോലെ ഇൻഡൽജിങ് ഇൻ കറപ്റ്റ് പ്രാക്ടീസസ്, intentionally damaging company's goods and property, undergoing any work strike and forcing others to strike on the breach of any law. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്റ്റിന് എക്സാമ്പിൾ ആണ്. ഒരു 12 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 12 എണ്ണം ശരിക്കും വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. അതൊക്കെ മിസ്കണ്ടക്റ്റിന് എക്സാമ്പിളുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മിസ്കണ്ടക്ട് ഉണ്ടാവുന്നത്.
അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്റ്റിനുള്ള കോസസ്, റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പോയിന്റുകളൊക്കെ ഓർക്കാം കേട്ടോ. സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒന്ന് സ്ഥാപനത്തിന്റെ വളരെ പരമ്പരാഗതമായിട്ടുള്ളതും വളരെ സ്റ്റിഫ് ആയിട്ടുള്ള ചില അവരുടെ പ്രവർത്തനങ്ങൾ ഇത് തമ്മിലൊരു മടുപ്പുണ്ടാക്കും അല്ലെ. അപ്പൊ ആളുകൾക്ക് ഒരു പക്ഷെ പ്രത്യേകിച്ച് ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു കാര്യങ്ങളാണ് ഒരു സ്ഥാപനത്തിൽ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതനുസരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതൊരു മിസ്കണ്ടക്റ്റിന് കാരണമാവാം. അതുപോലെ തന്നെ അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ, അതായത് എംപ്ലോയീസിനെ നമ്മൾ ശരിയായ രീതിയിൽ അവരെ എന്ത് ചെയ്യാതിരിക്കുക, ട്രീറ്റ് ചെയ്യാതിരിക്കുക അല്ലെ, അൺഫെയർ ട്രീറ്റ്മെന്റ്. അതുപോലെ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്, ഒരു ശരിയായ പെരുമാറ്റച്ചട്ടം ആ സ്ഥാപനത്തിൽ ഇല്ലാതെ വരുമ്പോൾ അല്ലെ. പിന്നെന്താണ്? ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ, പരാതി പരിഹാര സംവിധാനങ്ങൾ ഉണ്ടാവാതിരിക്കുക അല്ലെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാല് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം, അതില്ലാതെ വരുന്നത്. അതുപോലെ ഇൻഇഫക്റ്റീവ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇഫക്റ്റീവ് അല്ലാത്ത HR പോളിസികളും പ്രൊസീജിയറുകളും. അതുപോലെ പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ്, അതായത് എംപ്ലോയി യൂണിയൻസിന്റെ വളരെ പെസിമിസ്റ്റിക് ആയിട്ട്, പെസിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ശുഭാപ്തി വിശ്വാസം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഓവർ ആയിട്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് വേണം, പക്ഷെ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള എംപ്ലോയി യൂണിയന്റെ ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു പക്ഷെ ചിലപ്പോ മിസ്കണ്ടക്റ്റിലോട്ട് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ, ആ സ്ഥാപനത്തിന്റെ ഒരു സംസ്കാരം അല്ലെ, അതായത് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് അനുസരിക്കാൻ തോന്നും, അല്ലാത്ത രീതിയിലാണെങ്കിൽ എംപ്ലോയീസിന് ഒരു പക്ഷെ അത് പാലിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ശരിയായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇല്ലാതിരിക്കും. ഇതൊക്കെയാണ് മിസ്കണ്ടക്ട് അഥവാ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കോസസ് ആയിട്ട് പറയുന്നത്. 8 പോയിന്റുകൾ ഉണ്ട്. അപ്പൊ പോയിന്റുകളൊക്കെ ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. നിങ്ങളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാന്ന് മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നോക്കട്ടാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂള് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആണ് കേട്ടോ. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ആരാണ് ആ ഒരു റൂള് മുന്നോട്ട് വെച്ചത്. ഇതിന്റെ പേരെന്താണ്? ഡഗ്ലസ് മാക്ഗ്രിഗർ എന്നാണ് കേട്ടോ. അതായത് ഡഗ്ലസ് മാക്ഗ്രിഗർ എന്ന വ്യക്തിയാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂള് മുന്നോട്ട് വെച്ചത് കേട്ടോ. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാണ് എന്തെങ്കിലും ഒരു മിസ്കണ്ടക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. നമ്മളിപ്പോ ഒരു ചൂടായ സ്റ്റൗവില് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ കൈ കൊള്ളൂ അല്ലെ, എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണോ കൈ കൊള്ളുന്നത്? അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മിസ്കണ്ടക്ട് നടന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അധികം വൈകാതെ തന്നെ അതിനെ എന്തെടുത്തിരിക്കണം, അതിനെതിരെ ആ ഒരു ആക്ഷൻ എടുക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. പിന്നെ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ് അല്ലെ. അതായത് വാർണിംഗ് എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പാണ്. ഒരു എംപ്ലോയിക്ക് ഒരു മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന എല്ലാ പനിഷ്മെന്റിനെ പറ്റിയിട്ട് അവർക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് അല്ലെ. ഇങ്ങനെ ഒരു മിസ്കണ്ടക്ട് ചെയ്താൽ എനിക്ക് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് എന്ന് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ നോക്കിയിട്ടല്ല അല്ലെ. അതായത് ഡിസിപ്ലിനറി ആക്ഷൻസ് എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ആയിരിക്കണം അല്ലെ. ഒരുപോലെ ഡിസ്കണ്ടക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് ഒരേ രീതിയിലായിരിക്കണം അവരോട് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. നമ്മൾ അവിടെ ഒരിക്കലും ഒരു പേഴ്സണൽ വൈസ് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു വ്യക്തിയെ നോക്കിയിട്ടല്ല നമ്മൾ അവിടെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ആയിട്ട്, അതാണ് ഇംപേഴ്സണാലിറ്റി. നമ്മളൊരു പേഴ്സണെ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ വ്യക്തികളെ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. ഇംപേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റി നോക്കാതെ തന്നെ ഈ പറയുന്ന
മിസ്കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും ഒരേ രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി അല്ലെ. കൺസിസ്റ്റൻസിയിൽ എന്താണ് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന പനിഷ്മെന്റ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം അല്ലെ, ഒരേ രീതിയിലായിരിക്കണം അല്ലെ. എംപ്ലോയീസിന് ഇപ്പൊ തെറ്റ് ചെയ്ത് മിസ്കണ്ടക്ട് ചെയ്ത ആളുകൾക്ക് ഒരേ രീതിയിലുള്ള പനിഷ്മെന്റുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് ആ രീതിയിലായിരിക്കരുത്. ഇങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ പറയുന്ന എംപ്ലോയി ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. റെഡ് ഫോക്സ് റൂൾ ആണ്, ഡഗ്ലസ് മാക്ഗ്രിഗർ ആണത് മുന്നോട്ട് വെച്ചത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് എംപ്ലോയി ഇൻഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഡിസിപ്ലിനറി പ്രൊസീജിയറുമായിട്ട് എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളതിന് മൈക്കിൾ ജെ ജോഷ്യത്തിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ ഗ്രീവൻസ് പഠിച്ചപ്പോ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചില്ലേ? എന്നതുപോലെ ഇൻഡിസിപ്ലിൻ അഥവാ ഡിസിപ്ലിനറി പ്രൊസീജിയറിനും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ നടത്തുന്നത്. അതിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 11 എണ്ണമാണ് കേട്ടോ. ഓക്കെ, 11 അല്ല കേട്ടോ, സോറി 9 എണ്ണം. ഓക്കെ, 9 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അതിലൊന്നാമത്തെ എന്തായിരുന്നു? ഫസ്റ്റ് വൺ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രാഥമിക അന്വേഷണം നടത്തുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്, കുറ്റപത്രം സമർപ്പിക്കുക. എന്താണ് ചാർജ് ഷീറ്റ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ചാർജ് ഷീറ്റ് is a show cause notice which explains the misconduct done by the employee and the reason for the misconduct in return form. അതായത് എംപ്ലോയി ചെയ്ത മിസ്കണ്ടക്ട് എന്താണെന്നും അതിന്റെ റീസൺ എന്താണെന്നും നമ്മൾ രേഖാമൂലം വിശദമാക്കുന്ന ഒരു ഷോ കോസ്, ഒരു കാരണം കാണിക്കൽ നോട്ടീസിനെയാണ് നമ്മൾ ചാർജ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ ഓർത്ത് വെക്കാട്ട് ആദ്യം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, ദെൻ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നു, ഇഷ്യൂ ചെയ്യുന്നു. മൂന്നാമത് കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ, അവരുടെ വിശദീകരണം നമ്മൾ പരിഗണിക്കുന്നു. അതിൽ തന്നെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നോട്ടീസ് ഓഫ് എൻക്വയറി, അന്വേഷണ നോട്ടീസ്, അന്വേഷണ ഉത്തരവിറക്കാണ് അല്ലെ, നോട്ടീസ് ഓഫ് എൻക്വയറി. ദെൻ സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ, ഒന്നില്ലെങ്കിൽ ശമ്പളത്തോടു കൂടിയോ അല്ലാതെയുള്ള സസ്പെൻഷൻ നടത്തുന്നു. ദെൻ കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി, ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുന്നു. ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു എംപ്ലോയി മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ് ഡൊമസ്റ്റിക് എൻക്വയറി. ഡൊമസ്റ്റിക് തന്നെ പറയുന്നത് അതാണ്. അതായത് ഒരു എംപ്ലോയിക്ക് അവർ ചെയ്ത തെറ്റിൽ അവരുടെ മിസ്കണ്ടക്റ്റിൽ ഒരു ഗിൽറ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തുന്ന ഒരു എൻക്വയറിയാണ് ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത് കേട്ടോ. അതിലൂടെ എംപ്ലോയിക്ക് അവരുടെ മിസ്കണ്ടക്റ്റുകൾ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും അവർക്കൊരു അതിനെ പറ്റി അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ. അത്രയും കഴിഞ്ഞാല് എൻക്വയറി ഓഫീസർ അവരുടെ കണ്ടെത്തലുകൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അവാർഡിംഗ് ഓഫ് പനിഷ്മെന്റ്, പനിഷ്മെന്റുകൾ നിശ്ചയിക്കുന്നു. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് പനിഷ്മെന്റ്, ആ പനിഷ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 9 സ്റ്റെപ്പുകളാണ് ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതായത് ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഡിസിപ്ലിനറി പ്രൊസീജിയർ നമ്മൾ 9 സ്റ്റെപ്പുകൾ പഠിച്ചു. നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ആ ഡിസിപ്ലിനറി പ്രൊസീജിയർ നടപ്പിലാക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നമ്മൾ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. എന്താണ്? പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്, മിസ്കണ്ടക്ട് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെന്താണ്? സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസേഴ്സ്, ദാറ്റ് മീൻസ് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ നടപ്പിലാക്കാനായിട്ട് അവിടെ നിയോഗിക്കേണ്ടത്. അവര് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതുപോലെ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ, നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ ഇപ്പോഴും നീതിയുക്തമായിരിക്കണം. അതുപോലെ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്, ഇപ്പോഴും നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിലല്ല, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക. പിന്നെന്താണ്? പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. അല്ലെ, നമ്മൾ എടുക്കുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയർ വ്യക്തമായിരിക്കണം. അത് നമ്മൾ പീരിയോഡിക് ആയിട്ട് ആവർത്തിച്ച് നമ്മൾ അതിനെ റിവ്യൂ ചെയ്തിരിക്കണം, അവലോകനം ചെയ്തിരിക്കണം.
പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ഡിസിപ്ലിനറി പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് പീരിയോഡിക് ആയിട്ട്, അതായത് ആവർത്തിച്ച് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കണം. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്കത് റിവ്യൂ ചെയ്യുമ്പോഴാണ് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ വരുന്നത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത്. പകരം ആ തെറ്റുകൾ തിരുത്തി അവരെ ഒരു പുതിയൊരു ഫോമിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് വേണ്ടത്. അല്ലാണ്ട് ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ കൊടുത്തോടുകൂടി ഒരു വ്യക്തിയെ നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കി അവർക്കൊരു പുതിയ തുടക്കത്തിലോട്ട് നയിക്കുന്ന ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അവരെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എത്രത്തോളം ഒരു സ്ഥാപനത്തിന് പ്രാധാന്യമുണ്ട് അതും കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഒരു ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ. എംപ്ലോയിയുടെ പെരുമാറ്റം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇംപ്രൂവ്സ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. അതിലൂടെ നമുക്ക് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ഓവറോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. ഫോളോയിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ബൈ എംപ്ലോയീസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ്. ഇതാണ് ഓപ്ഷൻ എ ഗ്രീവൻസ്, ബി ഇൻഡിസിപ്ലിൻ, ഡിസിപ്ലിൻ, സേഫ്റ്റി. ഇതാണ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. മഞ്ജിമ, സി ആണ് ഡിസിപ്ലിൻ. കറക്റ്റ് ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ നോക്കിയേ, ഡിസിപ്ലിൻ ദാറ്റ് ടു മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ടു സ്റ്റാൻഡർഡൈസ് ദെയർ ബിഹേവിയർ ബൈ ഫോളോയിങ് എ കോഡ് ഓഫ് കണ്ടക്ട് ഈസ്. എന്താണ്? പോസിറ്റീവ് ഡിസിപ്ലിൻ ആണോ, നെഗറ്റീവ് ഡിസിപ്ലിൻ ആണോ, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണോ, അതോ ഇൻഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ആണോ? എന്താണ് ആൻസർ? അതായത് ഡിസിപ്ലിൻ that to motivates employees to standardize their behavior. ഓപ്ഷൻ കറക്റ്റ് ആണ്. പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ് അല്ലെ. അതായത് നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിപ്ലിൻ, അത് അവരിൽ ഒരു ബിഹേവിയറിൽ ഒരു സ്റ്റാൻഡേർഡ് ഒരു ചേഞ്ച്, ഒരു വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മളൊരു ഡിസിപ്ലിൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. When disciplinary policies are enforced on employees through warnings and punishments, it is called. ഇതാണ്, ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. When disciplinary policies are enforced, നമ്മളൊരു എംപ്ലോയീസിൽ അമർത്തുകയാണ് അല്ലെ, എൻഫോഴ്സ് ചെയ്യാണ്, അവരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. എന്തിലൂടെ? ത്രൂ വാർണിംഗ്സ് ആൻഡ് പനിഷ്മെന്റ്, മുന്നറിയിപ്പുകളിലൂടെ, പനിഷ്മെന്റ്സിലൂടെ. എന്താണ് ആ ഡിസിപ്ലിന് നമ്മൾ പറയാ? പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, വെരി ഗുഡ് മഞ്ജിമ. ഇതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ അല്ലെ. പോസിറ്റീവ് ഡിസിപ്ലിൻ ആണോ അതോ നെഗറ്റീവ് ഡിസിപ്ലിൻ ആണോ? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആണോ വോളണ്ടറി ഡിസിപ്ലിൻ ആണോ? നേച്ചറിൽ ആണ് ചോദ്യം കേട്ടോ. ഉത്തരം എന്താണ്? നെഗറ്റീവ് ഡിസിപ്ലിൻ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. എ പോളിസി ദാറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് മൈൽഡ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഇനീഷ്യലി. തുടക്കത്തിൽ നമ്മൾ വളരെ മൈൽഡ് ആയിട്ടുള്ള അച്ചടക്ക നടപടികൾ എടുക്കുന്നു. ആൻഡ് മൂവിംഗ് ടു മോർ സിവിയർ പണിഷ്മെന്റ്സ് ഫോർ റിപ്പീറ്റഡ് ഒഫൻസ്. അതേസമയം പിന്നീട് ഒഫൻസസുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കുറെ കൂടെ സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റിലോട്ട് നീങ്ങുന്നു. ഏത് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണിത്? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, പ്രോഗ്രസീവ് ആണോ, അതോ ഈ പറയുന്ന നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്? എന്താണ്? പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസീവിൽ അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? എന്താണ്? തുടക്കം നമ്മൾ ചെറിയ ചെറിയ അച്ചടക്ക നടപടികൾ എടുക്കും, വേണമെങ്കിൽ അവർക്ക് തിരുത്താൻ അവസരമുണ്ട്, എന്നിട്ടും തിരുത്തിയില്ലാന്നുണ്ടെങ്കിൽ കുറെ കൂടെ സിവിയർ പണിഷ്മെന്റിലോട്ട് നീങ്ങും. എന്താണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The violation of a company's rules and regulations by an employee is termed as. പറഞ്ഞേ,
the violation of a company's rules and regulations by an employee is termed as. എന്താണ് അതിനെ പറയാ? നമ്മളൊരു ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. മിസ്കണ്ടക്ട് അഥവാ നമുക്ക് ഇൻഡിസിപ്ലിൻ എന്നൊക്കെ പറയാം കേട്ടോ. മിസ്കണ്ടക്ട് അഥവാ ഇൻഡിസിപ്ലിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. An unfair treatment by the management, such as biased promotion decisions, can be a cause of discipline, indiscipline or misconduct, good organizational culture, positive employee perception. ചോദ്യം മനസ്സിലായോ? എന്താണ് ഉത്തരം? ഇൻഡിസിപ്ലിൻ അല്ലെ? അതായത് ഒരു മാനേജ്മെന്റിന്റെ അൺഫെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഒരു വളരെ പക്ഷപാതപരമായിട്ടുള്ള ഒരു പ്രമോഷൻ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നു? മിസ്കണ്ടക്റ്റിന് കാരണമാകുന്നു. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതിൽ കുറച്ചു പേരുടെ അടുത്ത് നമ്മൾ കുറച്ച് ഫേവറബിൾ ആയിട്ട് ചെയ്യുന്നു, മറ്റു ചിലവരെ നമ്മൾ തീർത്തും അവഗണിക്കുന്നു. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? മിസ്കണ്ടക്റ്റിലോട്ട് നയിക്കും അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം. The Red Hawks Town Rule for enforcing discipline was formulated by. Who is formulated by Red Hawks Town Rule? ആരാണ്? ഞാൻ പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം. ആരാണ്? ഡഗ്ലസ് മാക്ഗ്രിഗർ ആണ് കേട്ടോ. ഡഗ്ലസ് മാക്ഗ്രിഗർ was formulated Red Hawks Town Rule കേട്ടോ. ഓക്കെ, അടുത്തത്. Which principle of the Red Hawks Town Rule states that action against misconduct should be taken as soon as it occurs? അതായത് ഒരു അച്ചടക്ക നടപടികൾ, മിസ്കണ്ടക്ട് ഉണ്ടായാൽ ഉടൻ തന്നെ ആക്ഷൻ എടുക്കണം എന്ന് പറയുന്ന റെഡ് ഹോക്സ് ടൗൺ റൂളിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? 4 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ്? വെരി ഗുഡ്, കറക്റ്റ് ആണ് ജാസ്മിൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക അല്ലെ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. The principle of impersonality in the Red Hawks Town Rule means that disciplinary action should be. അതായത് റെഡ് ഹോക്സ് ടൗൺ റൂളിലെ പ്രിൻസിപ്പിൾ ഓഫ് impersonality എന്താണ് മീൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഡിഫറെന്റ് ഫോർ എവരി എംപ്ലോയി, applied only to new employee, equal for all employees who commit the same offense, kept private and not discarded. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഓക്കെ, എന്താണ്? ഈക്വൽ ഫോർ ഓൾ എംപ്ലോയീസ് ഹു കമ്മിറ്റ് ദ സെയിം ഒഫൻസ്. ഒരേ ഒഫൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരേ രീതിയിൽ അല്ലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റിക്കായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. The principle stating that all employees should be aware of the rules and punishment for violating them is the എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണോ? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി? ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. ഓക്കെ, അടുത്തത്. A confidential, എന്താണ് ഷിൻഡു? എന്താണ് ആൻസർ പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി അല്ല കേട്ടോ. ഈ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി തെറ്റാണ് കേട്ടോ. ചോദ്യം എന്തായിരുന്നു? അതായത് എംപ്ലോയീസ് ഷുഡ് ബി അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് ദ പണിഷ്മെന്റ് ഫോർ വയലേറ്റിംഗ്. അതായത് റൂൾസ് ആൻഡ് പണിഷ്മെന്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് ഉണ്ടാകുന്ന പണിഷ്മെന്റിനെ പറ്റിയിട്ട് എംപ്ലോയീസ് അവെയർ ആയിരിക്കണം, എംപ്ലോയീസ് ബോധവാന്മാരായിരിക്കണം എന്ന് പറയുന്ന റെഡ് ഹോക്സ് ടൗണിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്നറിയോ? പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ് കേട്ടോ. മുന്നറിയിപ്പ് അല്ലെ? അതായത് അവർക്ക് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അത് ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നത് വേറൊന്നിന് വേണ്ടിയിട്ടല്ല, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. എ കോൺഫിഡൻഷ്യൽ ഇൻക്വയറി ഡൺ by the management to check that if an employee is guilty of misconduct. Is a ചോദ്യം മനസ്സിലായോ? A confidential inquiry done by the management to check if an employee is guilty of misconduct. Option A, preliminary investigation. B, domestic inquiry. C, charge sheet. D, final punishment. That answer. Option
domestic welfare. Okay. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഡിസിപ്ലിൻ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോ ഗ്രീവൻസ് കഴിഞ്ഞു, ഡിസിപ്ലിൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് എംപ്ലോയി ഹെൽത്തിനെ പറ്റിയിട്ടാണ് അല്ലെ. എംപ്ലോയി ഹെൽത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പിന്നീട് പഠിച്ചത്. എംപ്ലോയി ഹെൽത്ത് അഥവാ നമുക്ക് മറ്റൊരു ടേമും കൂടെ അതിന് പറയാറുണ്ട്, ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ജോയിന്റ് ILO WHO കമ്മിറ്റി ഓൺ ഓർഗനൈസേഷണൽ ഹെൽത്ത്, അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഇങ്ങനെയായിരിക്കണം അല്ലെ, ഇങ്ങനെയായിരിക്കണം എന്നുള്ള 4 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ എംപ്ലോയി ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഇത്ര പോയിന്റ് ഉണ്ട് അവിടെ, 9 പോയിന്റ് ഉണ്ട് കേട്ടോ. എംപ്ലോയി ഹെൽത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മൾ ഒരു എംപ്ലോയി ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ എംപ്ലോയി ഹെൽത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ്, അതിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ഹെൽത്ത് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്, ഇമോഷണൽ ഹെൽത്ത്. നോട്ട് ചെയ്ത് വെക്കണോ കേട്ടോ. മെന്റൽ ഹെൽത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇമോഷണൽ ഹെൽത്ത്. രണ്ടാമത്തത് ഫിസിക്കൽ ഹെൽത്ത്, മൂന്നാമത്തത് സോഷ്യൽ ഹെൽത്ത്. ഓക്കെ, അപ്പൊ അത് 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പഠിക്കുന്നത് കുറെ റെഗുലേറ്റിംഗ്സ്, എന്താണ്, ലീഗൽ സെക്ഷൻസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. അപ്പോ ഈ നമ്മൾ പഠിക്കുന്ന എംപ്ലോയി ഹെൽത്ത് ആണെങ്കിലും എംപ്ലോയി സേഫ്റ്റി ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരേ ഒരു ആക്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഇതാണ് വർഷം 1948 കേട്ടോ. ഇതാണ് 1948ലെ ഫാക്ടറീസ് ആക്ട്. ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതായിരുന്നു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ് കേട്ടോ. അത് 1947 ആണ്. എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് എന്ന് പറഞ്ഞ ഫാക്ടറീസ് ആക്ട് ആണ്. ദാറ്റ് ഈസ് 1948. അത് പറഞ്ഞില്ലല്ലോ. പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻസുകളാണ്. നിങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് ഓരോ സെക്ഷൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 20 തൊട്ട് സെക്ഷൻ 11 തൊട്ട് കേട്ടോ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെ, 11 to 20 വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെ ഉള്ളത് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ സെക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെക്ഷൻ 11 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലീൻലിനെസ് ആണ് കേട്ടോ. അത് ഞാൻ ഓർക്കാൻ ഒരു എളുപ്പം പറഞ്ഞിരുന്നു. ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ എല്ലും മയ്യും കാണുമ്പോൾ ഒരു 11 പോലെയല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, കണ്ടോ? എല്ലും മയ്യും കാണുമ്പോൾ ഒരു 11 കാണുമ്പോൾ സെക്ഷൻ 11 ആണ് എന്ന് ഓർക്കാം കേട്ടോ. അതുപോലെ സെക്ഷൻ 12 എന്താണ്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ് എന്നാണ് കേട്ടോ. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ്. അതുപോലെ സെക്ഷൻ 13 എന്താണ്, വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. സെക്ഷൻ 14 എന്താണ്, ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. സെക്ഷൻ 15 ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. സെക്ഷൻ 16 എന്താണ്, ഓവർ ക്രൗഡിംഗ് ആണ് കേട്ടോ, ഓവർ ക്രൗഡിംഗ്. സെക്ഷൻ 17 ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും ഓർക്കാൻ എളുപ്പമുണ്ട്. ലൈറ്റിംഗ്, എല്ല്, ആ എല്ലിനെ മറിച്ചിട്ടാൽ 7 പോലെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റിംഗ് സെക്ഷൻ 17 ആണ്. സെക്ഷൻ 18 എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. നമുക്ക് വെള്ളം എന്തെങ്കിലും എട്ടിന്റെ പണി കിട്ടുന്ന ആലോചിച്ചാൽ മതി അല്ലെ. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വെള്ളം ഇല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുന്ന ഓർത്താൽ മതി. 8 അല്ല 18 ആണ് കേട്ടോ. 8 എന്നുള്ളത് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. സോ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ടത് സെക്ഷൻ 18 ആണ്. സെക്ഷൻ 19 എന്താണ്, ലാട്രിൻ ആൻഡ് യൂറിനൽസ് ആണ് കേട്ടോ. ലാട്രിൻ ആൻഡ് യൂറിനൽസ്. സെക്ഷൻ 19 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 19 സെക്ഷൻ 19 നമ്മൾ പറഞ്ഞു, ലാട്രിൻ ആൻഡ് യൂറിനൽസ്. സെക്ഷൻ 20 സ്പിറ്റൂൺസ് ആണ് കേട്ടോ. സ്പിറ്റൂൺസ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം 11 തൊട്ട് 20 വരെയുള്ള സെക്ഷൻസുകള് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. The main aim of organizational or industrial health is to. The main aim of organizational or industrial health is to. Option A, treat diseases after they occur. B,
focus only on the mental health of employees. C, avoid the chances of a disease or injury occurring. And D, reduce the company's profit. ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി അല്ലെ, അവോയ്ഡ് ദ ചാൻസസ് ഓഫ് എ ഡിസീസ് ഓർ ഇഞ്ചുറി അല്ലെ, അതായത് ഇഞ്ചുറി വരാനുള്ള അല്ലെങ്കിൽ ഡിസീസ് വരാനുള്ള ചാൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനോട് ലക്ഷ്യമിടുന്നത് ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് ആസ്പെക്ട് ഓഫ് എംപ്ലോയി ഹെൽത്ത് റിലേറ്റ്സ് ടു an individual's happiness, self efficacy and ability to handle life challenges. ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. വിച്ച് ആസ്പെക്ട്, നമ്മൾ 3 ആസ്പെക്ട് ആണല്ലോ പഠിച്ചേ, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഇതിലെ ഏത് ആസ്പെക്ട് ഓഫ് എംപ്ലോയി ഹെൽത്ത് ആണ് റിലേറ്റഡ് ടു ദ ഇൻഡിവിജ്വൽസ് ഹാപ്പിനെസ്, സെൽഫ് എഫിക്കസി ആൻഡ് എബിലിറ്റി ടു ഹാൻഡിൽ ദ ലൈഫ് ചാലഞ്ചസ്? ഓക്കെ, മഞ്ജിമ കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ്? മെന്റൽ ഹെൽത്ത്. ഓക്കെ, ഷിബിൽ കറക്റ്റ് ആണ്, മെന്റൽ ഹെൽത്ത് ആണ് അല്ലെ. ഓക്കെ, ജാസ്മിൻ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എളുപ്പമാണ്. അടുത്ത നോക്കിയേ, ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് like time constraints, chaotic work and work overload that can negatively influence an employee's physical health ആണോ, social health ആണോ, psychological well-being that means mental health ആണോ, അതോ financial health ആണോ? എന്തിനെയായിരിക്കും അഫക്ട് ചെയ്യാം? chaotic work, time constraint, വർക്ക് ഓവർലോഡ്, ഇതൊക്കെ ഒരു എംപ്ലോയിയുടെ ഏത് ഹെൽത്തിനെയാണ് നെഗറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതിനെയായിരിക്കും. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് ആണോ? അല്ല, ഫിസിക്കൽ ഹെൽത്ത് അല്ല, മെന്റൽ ഹെൽത്തിനെയാണ് കേട്ടോ. അതിനെ ബാധിക്കുക മെന്റൽ ഹെൽത്ത് ആണ് കേട്ടോ. അതായത് നമുക്ക് സമയപരിമിതി വരിക, അല്ലെങ്കിൽ നമുക്ക് വർക്കിന്റെ ഓവർലോഡ് വരിക അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഫീൽ ചെയ്യില്ല. അപ്പൊ മെന്റൽ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത് കേട്ടോ. മെന്റൽ ഹെൽത്ത് പോയാൽ തന്നെ ഫിസിക്കൽ ഹെൽത്തും ഏകദേശം തീരുമാനമാണ്. ഓക്കെ, പിന്നെ അടുത്ത നോക്കാം. The Factories Act 1948 contains statutory provisions regarding ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ പറഞ്ഞേ. ഫാക്ടറീസ് ആക്ട് 1948 അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്? 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ആണ് അല്ലെ. ഏതാണ് 2 കാര്യങ്ങള്? ഏതൊക്കെയാണ്? ഓക്കെ, വെരി ഗുഡ്. ജാസ്മിൻ പറഞ്ഞു ഹെൽത്ത്, എംപ്ലോയി ഹെൽത്ത്. ഓക്കെ, ഷിബിൽ ഒന്നും കൂടി ഉണ്ടല്ലോ. എംപ്ലോയി ഹെൽത്ത് മാത്രമാണോ? ആണോ, എംപ്ലോയി ഹെൽത്തിൽ മാത്രമാണോ നമ്മൾ ആ ഒരു ആക്ട് പഠിക്കുന്നത്? ഒരെണ്ണം കൂടി ഇല്ലേ? എന്താണത്? എന്താണ് പറഞ്ഞേ? വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ് ജാസ്മിൻ. സേഫ്റ്റി. 2 കാര്യങ്ങളാണ്, എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഏത് ആക്ടിലാണ്? ഫാക്ടറീസ് ആക്ട് 1948 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അക്കോർഡിംഗ് ടു ദ ഫാക്ടറീസ് ആക്ട് where more than 250 workers are employed, the factory must provide, അതായത് ഫാക്ടറീസ് ആക്ട് പ്രകാരം 250-ൽ കൂടുതൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയില് എന്ത് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, കൂളിംഗ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, ലൈബ്രറി, എ കമ്പനി കാർ ഫോർ ഈച്ച് എംപ്ലോയി ഓർ ഫ്രീ ഹൗസിംഗ്. എന്ത് കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. കൂളിംഗ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, അത് കൃത്യമായിട്ട് അതിന് സെന്റൻസ് പറയുന്നുണ്ട് അല്ലെ. ഡ്രിങ്കിംഗ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 18 ആണ്. അതിനകത്ത് പറയുന്നുണ്ട് 250-ഓ അതിൽ കൂടുതലോ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയില് വെള്ളം തണുപ്പിച്ചു കൊടുക്കുന്നതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അവരുടെ ആ സ്ട്രെസ്സും മറ്റും കുറയ്ക്കാൻ അവർക്ക് ഒരു കൂളിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. സെക്ഷൻ 20 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് deals with the provision of a sufficient number of dash. എന്താണ് നിങ്ങൾ പറയൂ? ഞാൻ ഓപ്ഷൻ ഒന്നും തരുന്നില്ല. സെക്ഷൻ 20 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് deals with the provision of a sufficient number of spittoons. spittoons മറക്കരുത് കേട്ടോ. 20-ക്കകത്തൊരു 0 വരുന്നില്ലേ? ആ 0 പോലെ തന്നെ ഒരു സാധനം സ്പിറ്റൂണിനകത്ത് കിടപ്പില്ലേ? സ്പിറ്റൂണിനകത്ത് ഒരു 2 0 കിടപ്പില്ലേ? 0 അല്ല കേട്ടോ, 2 O കിടപ്പില്ലേ? 2 O എന്ന് പറഞ്ഞത് 2 0 പോലെയല്ലേ കിടക്കുന്നത്?
കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്കത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കണ്ട. അത് ഭൂലോക മണ്ഡലത്തിലായിരിക്കും, എന്നാലും നമുക്ക് ഓർക്കാൻ പറ്റണം. അതിപ്പോ എന്ത് മണ്ഡലത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റണം കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, സെക്ഷൻ 11 ക്ലീൻലിനെസ് ആണ്. ഓക്കെ, അതുപോലെ സെക്ഷൻ 17 മറക്കരുത് കേട്ടോ. 7 മറച്ചിട്ടാൽ ലൈറ്റിംഗ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളത് ഓർക്കാം. സ്പിറ്റൂൾസിൽ 2 O പോലെ 0 വരുന്നുണ്ട്. 20 0 വരുന്നില്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഏതെങ്കിലും രീതിയിലൊക്കെ കണക്ട് ചെയ്യുക. അപ്പൊ സെക്ഷൻ 11 തൊട്ട് 20 വരെ എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ പിന്നീട് പറഞ്ഞത് എംപ്ലോയി സേഫ്റ്റി ആണ് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് എംപ്ലോയി സേഫ്റ്റി? അതിന് നമുക്ക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയാം കേട്ടോ. മെന്റൽ ഹെൽത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇമോഷണൽ ഹെൽത്ത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 2 ഡെഫിനേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെയിൻ മോണ്ടിയുടെ ഡെഫിനേഷനും ജാന എം കെമ്പിന്റെ ഡെഫിനേഷനും. ഡെഫിനേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ആ ഡെഫിനേഷൻ വായിക്കുമ്പോൾ ആരുടേതാണ് പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അവിടെ പഠിച്ചത് എംപ്ലോയി സേഫ്റ്റിയുടെ നീഡ് എന്താണ്, എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകത എന്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി നോക്കുന്നത്. ഒന്ന്, ടു സേവ് ദ ഹ്യൂമൻ ലൈഫ്സ് ഫ്രം ലോസസ് അല്ലെ, അതായത് മനുഷ്യജീവനുകള് നഷ്ടപ്പെടുന്നത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, മനുഷ്യജീവനുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാനായിട്ട്. ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ, കുറേയും കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നതിന്. ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റുകള് പരമാവധി അതിൽ നിന്നും എന്താണ് ഫ്രീ ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപകടങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം കോസ്റ്റുകൾ അതിലൂടെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ടു ബി ഫ്രീ ഓഫ് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഫെയിലിയർ, നമ്മൾ ഈ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പിഴ, ജയിൽ ശിക്ഷ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി പാലിക്കുന്നത്. ഓക്കെ, വീണ്ടും വലിയ സെക്ഷൻസ് ആണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെക്ഷൻസ് പഠിക്കാനുള്ളത് കേട്ടോ. നമ്മൾ 20 വരെ എവിടെയായിരുന്നു? എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത്. 21 തൊട്ട് 41 വരെ 20 എണ്ണുണ്ട് കേട്ടോ. 21 തൊട്ട് 41 വരെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് കേട്ടോ. ആക്ട് സെയിം തന്നെയാണ്, ഫാക്ടറീസ് ആക്ട് ആണ് 1948. അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സെക്ഷൻ 21 എന്തായിരുന്നു? ഫെൻസിങ് ഓഫ് മെഷീനറി അല്ലെ, നമ്മൾ മെഷീനറീസിനെ ഒക്കെ ഒന്ന് ഫെൻസ് ചെയ്യുന്നതുമായിട്ട് ബൗണ്ടറി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 22 വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ, ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി മോഷൻ. അതുപോലെ സെക്ഷൻ 23 എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീൻ. ഓക്കെ, സെക്ഷൻ 24 സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. 25 സെൽഫ് ആക്ടിംഗ് മെഷീൻ. 26 കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി. അതുപോലെ സെക്ഷൻ 27 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് വുമൻ ഇൻ ചിൽഡ്രൻ നിയർ കോട്ടൺ ഓപ്പണർ അല്ലെ. കോട്ടൺ ഓപ്പണറിന്റെ സമീപം എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്? വുമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളെയും കുട്ടികളെയാണ് കേട്ടോ. അതുപോലെ 28 to 29 വരെ ലിഫ്റ്റ്, ഹോയിസ്റ്റ് അതുപോലെ ലിഫ്റ്റിംഗ് മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 30 റിവോൾവിംഗ് മെഷീനറി ആണ്. 31 പ്രഷർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 32 ഫ്ലോർ സ്റ്റെയർ മീൻസ് ഓഫ് ആക്സസ്. ഓക്കെ, 33 ഹിറ്റ് സ്റ്റംപ് ഓപ്പണിംഗ് ഇൻ ഫ്ലോർ. 34 എക്സസീവ് വെയിറ്റ്. 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. 36 പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസ് ഫ്യൂംസ് ആൻഡ് അതേഴ്സ്. 36A ആണ് കേട്ടോ. 36ഉം 36A മാറിപ്പോകരുത്. 36A എന്താണ്? പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. 37 എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലമബിൾ ഡസ്റ്റ്. പിന്നെ 38 അവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. സെക്ഷൻ 38 എന്താണ്? പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. 38 അവിടെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുക, എന്റെ അവിടെ എഴുതി ചേർക്കാം കേട്ടോ. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ കേട്ടോ, തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. പിന്നെ 39 എന്താണ്? സ്പെസിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓഫ് ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. Then 40 safety of buildings and machines. 41 power to make rules. Okay, ഓരോ സെക്ഷൻ അന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ്.
ഓക്കെ, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് വായിക്കുന്നവർക്ക് വിഷയം വരില്ല, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവസാന സെക്ഷൻ എന്തായാലും ചോദിക്കും, ഇന്ന സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ എംപ്ലോയി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ച പോലെ എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യം എന്താണ്, എന്തിനൊക്കെയാണ്. ഒന്ന്, അവോയ്ഡിങ് ആക്സിഡൻസ് അല്ലെ, ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മിനിമൈസ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. എംപ്ലോയിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ കമ്മിറ്റ്മെന്റ് വർദ്ധിപ്പിക്കാനായിട്ട്. പിന്നെ ലീഗൽ കംപ്ലൈൻസ്, അതായത് ഒരു നിയമവിധേയമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയി സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, വ്യാവസായിക ബന്ധങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട്. പിന്നെ ഫോർമലൈസിംഗ് ദി സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാംസ്, സേഫ്റ്റി പ്രോസസ്സുകളും പ്രോഗ്രാംസുകളും ഔപചാരികമാക്കാൻ ഏതൊരു സ്ഥാപനത്തിലും. പിന്നെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതിലൂടെ എംപ്ലോയീസിന്റെ മനോവീര്യം ബൂസ്റ്റപ്പ് ചെയ്യാൻ. ഇത്രയുമാണ് എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാം. ചോദ്യം ശ്രദ്ധിക്കാം. എംപ്ലോയി സേഫ്റ്റി ഇൻവോൾവ്സ് പ്രൊട്ടക്ടിംഗ് എംപ്ലോയീസ് ഫ്രം ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ, പേഴ്സണൽ പ്രോബ്ലംസ് അറ്റ് ഹോം. ഓപ്ഷൻ ബി, വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ്. ഓപ്ഷൻ സി, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡൗൺ ടേൺസ്. ആൻഡ് ഡി, കമ്പനി പൊളിറ്റിക്സ്. ഇതാണ് ആൻസർ. ബി ആണ് അല്ലെ, വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. സെക്ഷൻ 21 of the Factories Act 1948 mandates the option തരാം. പ്രൊവിഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആണോ, ഫെൻസിങ് ഓഫ് മിഷനറി ആണോ, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആണോ, യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് ആണോ. ഏതാണ്? ഫെൻസിങ് ഓഫ് മിഷനറി അല്ലെ, 21. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The Factories Act requires the provision of screens and goggles to protect the eyes under which section? Section പറയുന്നുണ്ട് കേട്ടോ. The Factories Act requires the provision of screens and goggles. അതായത് നമ്മൾ ഈ പറയുന്ന സുരക്ഷാ കണ്ണടകളൊക്കെ ധരിക്കണം. To protect the eyes under which section? സെക്ഷൻ വേണമെങ്കിൽ വായിക്കാം. സെക്ഷൻ 34. 34 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർമ്മയുണ്ടോ? എക്സസീവ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. 35 എന്താണ്? 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് അല്ലെ. 36 എന്താണ്? ഡേഞ്ചറസ് ഫ്യൂംസ്. ഓക്കെ, 37 എന്താണ്? എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് 37. പഠിച്ചു പോണോ കേട്ടോ, പോയിന്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കാം. അപ്പോ ഈ പറയുന്ന സ്ക്രീൻസും ഗോഗിൾസും ഉപയോഗിക്കണം എന്ന് പറയുന്ന ഫാക്ടറീസ് ആക്ടിന്റെ പ്രൊവിഷൻ ഏതാണ്? സെക്ഷൻ 35 ആണ് കേട്ടോ. ഓക്കെ, ഇന്ന് പോകരുത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. One of the most important benefits of ensuring employee safety at the workplace is. Option A, it decreases productivity. Option B, it improves industrial relations. Option C, it increases the number of accidents. Option D, it makes legal complaints unnecessary. Iതാണ് ആൻസർ. പറഞ്ഞേ. D ആണ്. Okay, it improves the industrial relations. Okay, അടുത്തത് കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു എഴുതി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യം ശ്രദ്ധിക്കേണ്ട, ജനറലൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. എല്ലാം വരുന്നത് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ചോദ്യം നോക്കാം. ഓക്കെ, ഗുഡ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. Good industrial health helps in creating an image of the organization as being. ചോദ്യം നോക്കാം കേട്ടോ. Good industrial health helps in creating an image of the organization as being. Option A, financially irresponsible. B, socially responsible.
സി അൺകൺസേൺഡ് വിത്ത് എംപ്ലോയീസ്, ഡി ലീഗലി നോൺ കംപ്ലൈന്റ്. എന്താണ് ആൻസർ വരിക? ചോദ്യം നോട്ട് വായിക്കണം. Good industrial health helps in creating an image of the organization as being. അതായത് ഒരു നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഇമേജിനെ ഏത് രീതിയിലാണ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഫിനാൻഷ്യലി ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇമേജിലാണോ, അതോ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമേജിലൂടെയാണോ, അൺകൺസേൺഡ് വിത്ത് എംപ്ലോയീസ് അങ്ങനെ ഒരു ഇമേജ് ആണോ, അതോ ലീഗലി നോൺ കംപ്ലൈന്റ് ഇമേജ് ആണോ? ഏത് ഇമേജ് ആണ്? ഓപ്ഷൻ ബി, സോഷ്യലി റെസ്പോൺസിബിൾ. കേട്ടോ, ഇതൊക്കെ പോയിന്റുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. The need to provide screens or goggles for eye protection applies to factories with. The need to provide screens or goggles for eye protection applies to factories with. ഇങ്ങനെയുള്ള ഫാക്ടറീസിലാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയുള്ള ഫാക്ടറീസ് ആണ്? എക്സസീവ് നോയ്സ് അങ്ങനെയുള്ള ഫാക്ടറിയിലാണോ, അതോ ഹാർംഫുൾ പാർട്ടിക്കിൾസ് ഫ്ലൈയിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അങ്ങനെയുള്ള ഫാക്ടറിയിലാണോ, അതോ ലോ ടെമ്പറേച്ചേഴ്സ് ആണോ, റിസ്ക് ഓഫ് ഫയർ ആണോ? ഏതാണ് ആൻസർ വരിക? പറയൂ, ഏതാണ് ആൻസർ വരിക? പറഞ്ഞേ. ഓക്കെ, മഞ്ജുല കറക്റ്റ് ആണ് കേട്ടോ, ബി ആണ് അല്ലെ. ഹാർംഫുൾ പാർട്ടിക്കിൾസ് ഫ്ലൈയിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതിന്റെ അതായത് ചില ഫാക്ടറിയുടെ അറ്റ്മോസ്ഫിയറിൽ നിറച്ച് ഹാർംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയുള്ള എന്താ പറയുക ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ക്രീൻസും ഗോഗിൾസും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. An ineffective HR policy and an improper system of grievance redressal are potential causes of. An ineffective HR policy and an improper system of grievance redressal are potential causes of. Option A, high employee morale. Option B, good discipline. Option C, indiscipline. Option D, increased productivity. Option C. Okay, very good. Correct ആണ് indiscipline. Okay. അടുത്ത ചോദ്യം. Willfully destroying or altering a company's record. Willfully destroying or altering a company's record is an act of. എന്തിന് എക്സാമ്പിൾ ആണ്? ഡിസിപ്ലിൻ എക്സാമ്പിൾ ആണോ, മിസ്കണ്ടക്ട് ആണോ, ഹെൽത്ത് മെഷർ ആണോ, സേഫ്റ്റി പ്രൊസീജിയർ ആണോ? എന്താണത്? ഡി ആണ് അല്ലെ. മിസ്കണ്ടക്ട് അല്ലെ. മിസ്കണ്ടക്ട്, ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് ആക്ടുകൾ നിങ്ങളൊരു 10-12 നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു ഇതിൽ ഞാൻ എടുത്തിട്ട് ഒന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു, പിന്നെ ഗ്രീവൻസ് കേട്ടോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ് ആയിരുന്നു. നാളെ നിങ്ങളുടെ ടേം എക്സാം ആണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞാല് നിങ്ങളുടെ ഫൈനൽ എക്സാം 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. 22, 23 ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഫൈനൽ എക്സാം നടക്കും. അപ്പൊ എക്സാം ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാം കേട്ടോ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ്പറ്റീഷന് വരിക കേട്ടോ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ പറയാനൊന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങളോട് പ്രത്യേകം താങ്ക്സ് പറയാണ്. നല്ല കുട്ടികളായിരുന്നു. കുറച്ചല്ല നല്ലോണം റെസ്പോൺസ് കുറവായിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ കുറച്ചുപേര് മാത്രമാണ് തുടക്കം തൊട്ട് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്തത്. കുറച്ചുപേര് സ്ഥിരമായിട്ട് കുറച്ച് മെസ്സേജ് അയക്കുന്നവരുടെ പേരൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ. എന്തായാലും എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ടേം എക്സാം ഒക്കെ നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് കേട്ടോ. ടേം എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ അതിന് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം ഫൈനൽ എക്സാം ആണ്. ആ എക്സാം ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടട്ടെ കേട്ടോ. അത് മാത്രമല്ല, സ്കോർ കിട്ടല് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാനായിട്ട് കഴിയട്ടെ കേട്ടോ. നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല, നമുക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോഴും പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. നമ്മൾ തിയറി പഠിച്ചു പോകുന്ന കാര്യങ്ങളല്ല, നമ്മൾ ജോലിക്ക് കയറുമ്പോഴാണ് അതിൻ്റെതായ കുറെ
കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ അതിലൂടെ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത്രയും കിട്ടുന്ന ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ ഇന്ന് അവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. പിന്നെ ഒരു കാരണവശാലും മറക്കരുത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് കോൺവെക്കേഷന് വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നിങ്ങൾ നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാവുള്ളൂ. നേരിട്ട് കാണുമ്പോ എനിക്ക് മനസ്സിലാവില്ല, ഈ പേര് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശരി എന്നാ, വേറെ ഒന്നുമില്ലല്ലോ, അവസാനിപ്പിക്കാം കേട്ടോ. താങ്ക് യു.